നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കനത്ത അതിശക്തമായ മഴയാണ് കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും വെള്ളം കയറി. ആ സമയത്ത് ഇഴജന്തുക്കളെ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പുകളും പറയുന്നു. കാരണം പല പൊത്തുകളിലും മറ്റും വെള്ളം ഇത്തരത്തിൽ കയറുമ്പോൾ ഈ പാമ്പുകളെല്ലാം തന്നെ സുരക്ഷിതമായ സ്ഥലം നോക്കി കയറിക്കൂടാനുള്ള സാധ്യത ഏറെയാണ്. ഇത് വലിയ രീതിയിലുള്ള അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. ഇപ്പോഴിതാ ഹെൽമെറ്റിനുള്ളിൽ കയറിയ പെരുമ്പാമ്പ് യുവാവിനെ കടിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കണ്ണൂർ ഇരിട്ടിയിലാണ് സംഭവം. പടിയൂർ നിടിയോടിയിലെ കെ രതീഷിനെയാണ് കുട്ടിപ്പാമ്പ് കടിച്ചത്. തലയ്ക്കാണ് കടിയേറ്റത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്കിലായിരുന്നു യുവാവിന്റെ ഹെൽമെറ്റ് വെച്ചത്. ഇതിനുള്ളിൽ ഒരു കുട്ടിപ്പാമ്പ് കയറി. രാവിലെ ജോലിക്ക് പോകാനിറങ്ങിയ യുവാവ് ഇത് ശ്രദ്ധിക്കാതെ ഹെൽമെറ്റ് ധരിക്കുകയായിരുന്നു. തലയിൽ എന്തോ കടിച്ചതായി തോന്നി ഹെൽമെറ്റ് അഴിച്ചു നോക്കുകയായിരുന്നു. പാമ്പിനെ കണ്ടതും പേടിയോടെ ഹെൽമെറ്റ് നിലത്തേക്ക് എറിഞ്ഞു. പാമ്പ് ഇറങ്ങി പോവുകയും ചെയ്തു. ഏത് പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലായില്ല. പാമ്പ് കടിയേറ്റ വിവരം രതീഷ് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബന്ധുക്കൾ രതീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ വിഷമില്ലാത്ത പെരുമ്പാമ്പാണ് കടിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. യുവാവ് വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ്. അതേസമയം വേനൽക്കാലത്തെ തന്നെ പോലെ മഴക്കാലത്തും പാമ്പുകളുടെ ശല്യം താരതമ്യേന കൂടുതലാണ്. പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ്. പൊത്തുകൾ, മാളങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അവ എത്രയും വേഗം അടയ്ക്കണം. ഹെൽമെറ്റ്, ഷൂ ഇവയൊക്കെ ധരിക്കുന്നതിന് മുൻപ് ഉള്ളിൽ ഇഴജന്തുക്കൾ കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകൾ, പുല്ലും മറ്റും വെട്ടി വൃത്തിയാക്കുന്നതും പാമ്പ് ശല്യം ഒഴിവാക്കാൻ സഹായിക്കും. കരിയില തടികൾ, ഓല, കല്ലും കട്ടയും പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവയുടെ ഇടയിൽ പാമ്പുകൾ കയറി കിടക്കുന്നത് പതിവാണ്. അതിനാൽ ഇവ വീടിന്റെ പരിസരത്തോ ജനലുകൾക്കരികിലോ കൂട്ടിയിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. വെള്ളത്തിന്റെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കും, പ്രത്യേകിച്ച് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പുകൾക്ക്. പൂന്തോട്ടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. വീടിന്റെ പരിസരങ്ങളിൽ പട്ടിക്കൂട്, കോഴിക്കൂട് എന്നിവ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കോഴിക്കൂട്ടിൽ പാമ്പുകളുടെ സാന്നിധ്യം സാധാരണമാണ്. വെളുത്തുള്ളി ചതച്ചിടുന്നതും കുന്തിരിക്കം പുകയ്ക്കുന്നതും വഴിയും പാമ്പുകളെ ഒരു പരിധിവരെ അകറ്റാമെന്നാണ് പറയപ്പെടുന്നത്. വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിൽ കലക്കി ഈ വെള്ളം വീട്ടിലും ചുറ്റുപാടിലും തളിക്കുകയും ചെയ്യാം. സവാള ചതച്ചോ നീരെടുത്ത വെള്ളമോ വീടിന് ചുറ്റും വിതറാം. ഇതിലെ സൾഫറിന്റെ ഗന്ധം പാമ്പുകൾക്ക് അലോസരമുണ്ടാക്കുന്നു.